രാവിലെ അറിയുന്നു ഇതേപോലെ ഒരു സ്ത്രീ വന്ന് വണ്ടിയുടെ മുമ്പിൽ എടുത്ത് ചാടി, അവൾക്ക് അടിവസ്ത്രം ഇല്ലായിരുന്നു, അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടു. രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെട്ട ഒരാളായാലും മതിയായിരുന്നു, എൻ്റെ മരുമോനെന്നാലും മതിയായിരുന്നു. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ആണുങ്ങളുടെ ഷർട്ട്, അവൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടാണെന്ന് പറയുന്നു. അടിക്ക് ജട്ടി അത് ഇട്ടാണ്ടാ ഓടി വന്നതെന്ന് പറയുന്നു. ഞങ്ങളുടെ മനസ്സിൽ അവർ രണ്ടുപേരും എന്തായാലും ചെയ്യത്തില്ല, അത് ഉറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ആരെങ്കിലും കൊലപ്പെടുത്തിയാണോ? ഇനി അത് തെളിയിക്കണം. ഇനി കൊലപ്പെടുത്തിയതാണെങ്കിൽ അത് തെളിയിച്ചല്ലേ പറ്റൂ. ഭർത്താവ് അറിയാതെ പണം പലിശയ്ക്ക് വാങ്ങി മുങ്ങാക്കടത്തിലേക്ക് ജീവിതം നയിച്ച ഒരു വീട്ടമ്മ. ഒരു അർദ്ധരാത്രിയിൽ അടിവസ്ത്രമില്ലാതെ 4 കിലോമീറ്ററോളം ആ സ്ത്രീ സഞ്ചരിച്ചതിലും ദുരൂഹതയേറുന്നു. ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ ഭാര്യയും ഭർത്താവും 2 ദിശയിലായി എങ്ങനെ മരണപ്പെട്ടു? കടബാധ്യത അവരെ മരണത്തിലേക്ക് നയിച്ചതോ അതോ കൊലപാതകമോ? ഞങ്ങളൊക്കെ കടയൊക്കെ അടച്ചിട്ട് പോകുമ്പോൾ ഏകദേശം 10-10:15 അതുവരെ ഇവിടെ ഒന്നും സംഭവം നടന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ അറിയുന്നു ഇതേപോലെ ഒരു സ്ത്രീ വന്ന് വണ്ടിയുടെ മുമ്പിൽ എടുത്ത് ചാടി, അവൾക്ക് അടിവസ്ത്രം ഇല്ലായിരുന്നു, അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടു. ഇത് ആളാരാന്ന് പോലും അറിയത്തില്ല. ഈ ആണുങ്ങളുടെ വസ്ത്രമൊക്കെ ധരിച്ചു വന്നപ്പോൾ ഒരു സംശയം തോന്നി, എന്തോ സംഭവം? സംശയം തോന്നുമല്ലോ, തീർച്ചയായിട്ടും. ഏതെന്തോ ദുരൂഹത ഉണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആണുങ്ങളുടെ ഷർട്ട് ഇതൊക്കെ വന്നപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു? നാട്ടിൽ എന്ത് വിചാരിച്ചു? സംസാരം തോന്നുന്നു. നാട്ടുകാർ വിചാരിക്കുമ്പം ഏതെങ്കിലും ഒരു ദുരൂഹത സംസാരിക്കണം. കാരണം വീട്ടിൽ കൊണ്ടാക്കിയ ഒരു സ്ത്രീ ഇവിടെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഡ്രസ്സാണെന്ന് പറയുന്നു. മറ്റേ ഇതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഇതുമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അവർ പോലീസ് സ്റ്റേഷനിൽ പോവാന്നും പറഞ്ഞ ആ കൊച്ചിന് പേർഷപ്പാനം കൊണ്ടെല്ലാം ഇതായതാ മോക്ക്. അപ്പോഴേ ഈ കടമൊക്കെ തീർക്കാൻ വേണ്ടി അത് പേർഷ പോകണമെന്നും പറഞ്ഞിരുന്നല്ല. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രമാണം കൊണ്ടുവന്ന് ഇവിടെ ഉള്ളൊരു പയ്യൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി പൈസ മേടിച്ച് അല്ലറ കടമൊക്കെ തീർത്തിട്ട് പോയാൽ പിന്നെ ശമ്പളം കിട്ടുമ്പം കൊടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നത്. കടം വരാൻ എൻ്റെ മരുമോന് സുഖമില്ല. എനിക്ക് സുഖമില്ല. മരുമോന് ഹാർട്ടിന് ഈ അറ്റാക്ക് വന്നതാ. അത് പിന്നെ ഇവിടെ കൊല്ലത്ത് കൊണ്ടുപോയി അവൾ തന്നെത്താനെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് കടം ഇടവയാലും മേടിച്ച് അവന് കുളിയും മരുന്നും ഒക്കെ മേടിച്ചോണ്ടിരുന്നതാ. കമ്മിറ്റിയിൽ നിന്നൊക്കെ പൈസ എടുക്കത്തില്ലേ? അസുഖത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പൈസ എടുത്ത് പിന്നെ ജോലിക്ക് പോവാതെ ഇരിക്കുമ്പം നമുക്ക് ചെലവിനൊക്കെ വേണ്ടേ. പിന്നെ ഈ ശമ്പളമൊക്കെ താമസിച്ചല്ലേ വരുന്നേ. അപ്പോൾ ഈ കൊച്ചു എങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചായാലും പിന്നെ ഈ കമ്മിറ്റിയിൽ അടച്ച് പലിശയ്ക്കും പൈസ എടുത്തായിരുന്നു. അന്ന് രാത്രി നിങ്ങൾ ഇത് എപ്പോഴും സംഭവം അറിയുന്നത്? ഞാൻ നേരം എടുത്തപ്പോഴാണ് അറിയുന്നേ. ഇത്രയും മുറ്റത്ത് നടന്നിട്ട് അറിയുന്നില്ല? അതിനകത്ത് കിടന്ന് അറിയത്തില്ല. ഇവർ ആണുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ കണ്ടില്ല? ഞാൻ കണ്ടില്ല, പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളു. ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ആണുങ്ങളുടെ ഷർട്ട്, അവൻ്റെ ഭർത്താവിൻ്റെ ഷർട്ടാണെന്ന് പറയുന്നു. അടിക്ക് ജട്ടി അത് ഇട്ടാണ്ടാ ഓടി വന്നതെന്ന് പറയുന്നു. അതിലേ കൂടെ ഓടി വന്നതും ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പുറകെ വന്നെന്ന് പറയുന്നു. അവർ വന്നപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി. തലയിൽ കയറി ഇറങ്ങിയ വണ്ടി അതോ എവിടെ കയറിയെന്നൊന്നും അറിയത്തില്ല. എന്ത് വണ്ടി അടിച്ചത്? ടിപ്പർ, ചെറിയ ടിപ്പർ. ഓടി കയറി അതൊക്കെ ചവിട്ടാനുള്ള സമയം കൊടുത്ത് കാണത്തില്ലല്ലേ? ഓടി വന്നാൽ കയറിയതെന്ന് പറയുന്നു. ടിപ്പറുകാരനറിയാം എന്താ സംഭവിച്ചതല്ലേ? ടിപ്പറുകാരനറിയാം എങ്ങനെ ഓടി വന്നതെന്ന്, അയാളൊക്കെ അറിയൂ. വന്ന് തട്ടി അപ്പോഴേ തീർന്നെന്ന് പറയുന്നു. അപ്പോൾ ചെറിയ ചെറിയ കടങ്ങൾ മേടിച്ചിട്ടുണ്ട്. വിജേഷിനോട് പറയാൻ പേടിയായിരിക്കും അല്ലേ? പേടിയായിരിക്കും. അത് ചെറിയ കടം മേടിച്ചെന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയിൽ സ്നേഹമുള്ളൊരു വഞ്ചിച്ചെന്നുള്ളൂ. ഈ കടമൊക്കെ മേടിക്കുന്നത് പറയാതൊക്കെ മേടിക്കുമ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ഭർത്താവിനോട് പറയാത്ത എന്താ കടം മേടിക്കുന്ന കാര്യമൊക്കെ? അത് പറയട്ടെന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്നത് പേടിച്ചായിരിക്കും. വഴക്ക് പറയുന്നത് പേടിച്ചായിരിക്കുമോ? പിന്നെ ഭർത്താവിനോട് അവസാനമൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും അല്ലേ? ഈ രാജിക്ക് തിരിച്ചു കൊടുക്കാനുള്ള വരുമാനം അങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെ? അവളിങ്ങനെ ഇതല്ലേ കമ്മിറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് ഇങ്ങനെ കൊടുക്കും. പിന്നെ ആ കൊച്ചിന് ആ പൈസ കൊടുക്കും. ആ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും
കമ്മിറ്റിക്ക് അടയ്ക്കാൻ നേരത്തെ അഞ്ചുവിൻ്റെ എന്ത് കമ്മിറ്റി ചേച്ചി? ഈ ഫിനാൻസിൻ്റെ ഫിനാൻസുകാരുടെ ആ അങ്ങനെ എടുത്ത് മറിച്ചും തിരിച്ചും നിന്നതാ. ഈ പൈസ എന്തിനു വിനിയോഗിക്കുന്ന നിങ്ങൾക്ക് അറിയണ്ടേ? ഈ രാജ്യം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈസ? ആ പൈസ മേടിച്ചതെന്ന് വെച്ചാൽ അവൾ ഒരു വീട്ടിൽ ഒരു ചിട്ടി നടത്തി. ആ ചിട്ടി നടത്തിയപ്പം ആ ചിട്ടി അടിച്ചവരൊക്കെ പൈസ കൊടുക്കാതിരുന്നു. ആ പൈസ കൊടുക്കാതിരുന്നപ്പോൾ ചിട്ടിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ? അങ്ങനെയാണ് ഈ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പോൾ ആ ഫിനാൻസിൽ നിന്ന് ലോൺ എടുക്കുമ്പം ആ പൈസ അവിടെ അടയ്ക്കണോ? ആഴ്ച തോറും അടവ്. ആഴ്ച തോറും അടയ്ക്കാൻ പൈസയില്ല. ആ പൈസ ഇല്ലാതെ വരുമ്പോൾ അഞ്ചുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. അപ്പോൾ അഞ്ചു അത് വെച്ച് പലിശ കൂടുതലായി അഞ്ചു മേടിച്ചു. അഞ്ചു അത് മുതലാക്കി. ഈ ഭർത്താവ് മരിച്ച സ്ഥലവും ഈ രാജി മരിച്ച സ്ഥലവും നല്ല ദൂരമുണ്ട്. ദൂരമുണ്ട്. അപ്പം മലമുകളിലാണ് ഭർത്താവ് മരിക്കുന്നത്. രാജി മരിച്ചേക്കുന്ന ഒരു റോഡ് സൈഡിൽ അവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. അവൾ അത്രയും ദൂരെ അഥവാ വിജേഷ് സ്വന്തമായിട്ട് തൂങ്ങിയതാണെന്നുണ്ടെങ്കിൽ അവളത് കണ്ടിട്ട് അവൾ അവിടെ നിന്ന് ഓടി അവണീശ്വരം പോവിയല്ല. ആ കൊച്ചു ആ രാത്രി ഓടണമെന്നുണ്ടെങ്കിൽ അവൾ അവണീശ്വരത്ത് എത്തത്തില്ല. അതിന് മുന്നേ അവൾ വീണ് അവളെ കണ്ണ് അവിടെ കൊണ്ടടയും. പിന്നെ ആരും എടുത്തോണ്ട് പോയതാ ചേച്ചി? എന്താ വിചാരിക്കുന്നത്? അല്ലാതെങ്ങും വരത്തില്ലത്. സ്ത്രീക്ക് രാത്രി ഒക്കത്തില്ല. പോയി നിയന്ത്രണം പോയാൽ അങ്ങനെ ഓടാൻ പറ്റത്തില്ല. എങ്ങനെ ഓടുമെന്ന് പറഞ്ഞാൽ ആ മലങ്കുതാമിനകത്ത് ആ കല്ലും പാറയ്ക്കകത്തൂടെ അവൾ എങ്ങനെ ഓടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ ചെറിയ ഒരു ഉത്തരവാദിത്വം രാജിക്കുണ്ട് അല്ലേ ഭർത്താവിനോട്? അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറഞ്ഞാലും പരിഹാരം ഉണ്ടാവുമായിരുന്നു. രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെട്ട ഒരാളായാലും മതിയായിരുന്നു. എൻ്റെ മരുമോനെന്നാലും മതിയായിരുന്നു. മരുമോൻ അത്രയ്ക്ക് അമ്മയെ നോക്കുമായിരുന്നു? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരാണ് വിചാരിച്ചാലേ കടമഭാഗത്തേക്ക് മാറ്റിക്കൂടെ? മാത്രമല്ല കേസറ്റ് ജോലിക്കാരനല്ലേ? അതങ്ങനെ മാറ്റി അവള് പറഞ്ഞെങ്കിലല്ലേ മാറ്റും. അതിന് പറയാത്ത എന്താ ട്രോളി? അവള് പറഞ്ഞില്ലേലും മരുമോനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, മോളും പറഞ്ഞിട്ടില്ല. അപ്പൊ ഭർത്താവ് അറിയാതെ കടം മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി ഇല്ലയോ? ആ അത് ഈ കമ്മിറ്റിയിൽ നിന്നൊക്കെ പൈസ എടുത്ത് ഈ കമ്മിറ്റി ആൾക്കാരെ നിർത്തി. ചേച്ചി ഇപ്പൊ ചുരുക്കം പറഞ്ഞ് ഇവരെ നോക്കാൻ ചേച്ചി മാത്രമേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. ഞാനിപ്പോ എൻ്റെ ആങ്ങളെ ഉണ്ട്, അവൻ ജോലിക്ക് പോവും. ചേച്ചി ഇവരുടെ ആരാ ഇപ്പം? അനിയത്തിയാ, സ്വന്തം അനിയത്തിയാ. മോളുള്ളപ്പം മോളും ഭർത്താവോട് നോക്കുമായിരുന്നു. ഇപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യും? എന്റെയോ? അല്ല ഇവരുടെ കൊച്ചുമക്കളാ മേലില് അവന്റെ വീട്ടിലാ. മിക്കവാറും അവിടെ ആയിരിക്കും. ഞാൻ ഈ വൈകാത്ത ഞാൻ എന്തോ ചെയ്യാനാ? കുഞ്ഞുങ്ങളെ അവരവിടെ നോക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. വയ്യാതെ ആരും നോക്കാനെ ഞാൻ ജോലിക്ക് ഇറങ്ങിപ്പോണ്ടേ. ഞാൻ ഇനി പോണെങ്കിൽ ഈ അമ്മൂമ്മയെ ഏൽപ്പിച്ചിട്ട് വേണം ഞാൻ പോവാൻ. അന്ന് പൈസ കിട്ടാത്തതിന്റെ തീരുമാനമായിരിക്കാമോ? അത് നേരത്തെ പ്ലാൻ ചെയ്തായിരിക്കാമോ? നേരത്തെ പ്ലാൻ ചെയ്യാൻ ആയിരുന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഈ ഗൾഫിന് പോകാൻ ഒരുങ്ങത്തില്ലല്ലോ. അവൾ ഗൾഫിന് പോകാൻ ഒരുങ്ങത്തില്ല. ആ തിങ്കളാഴ്ച ദിവസമായിരുന്നു അവൾക്ക് മെഡിക്കൽ. അപ്പോൾ ഇത്രയും എല്ലാം ചെയ്ത് വന്നുകൊടുത്ത് അവർ രണ്ടും കൂടെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഒരാളെ അവണിച്ചെടുക്കുന്ന കിട്ടും, ഒരാളെ അക്കരെ മലയെന്ന്. അപ്പൊ അന്ന് ഈ പൈസ കിട്ടാത്തതുകൊണ്ട് രണ്ടുപേരും ആ സമയത്ത് തീരുമാനമായിരിക്കും അല്ലേ? അതിനെപ്പറ്റി നമുക്കെങ്ങനെ അറിയാം? അല്ല എന്നാൽ നിങ്ങളുടെ മനസ്സ് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ മനസ്സിൽ അവർ രണ്ടുപേരും എന്തായാലും ചെയ്യത്തില്ല, അത് ഉറപ്പാന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ആരെങ്കിലും കൊലപ്പെടുത്തിയാണോ? ഇനി അത് തെളിയിക്കണം. ഇനി കൊലപ്പെടുത്തിയതാണെങ്കിൽ അത് തെളിയിച്ചല്ലേ പറ്റൂ.